യൂറിക് ആസിഡ് കൂടിയാൽ എന്താണ് സംഭവിക്കുന്നത്? യൂറിക് ആസിഡ് എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും? യൂറിക് ആസിഡ് സാധാരണ രീതിയിൽ നമ്മൾ കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കുന്നൊരു സാധനമാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഗൗട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അതായത് ജോയിൻസിനൊക്കെ വേദന വരുന്ന, അതല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും കാലിലെ തള്ളവിരലിൽ ഭയങ്കര വേദന വരുന്നൊരു കണ്ടീഷനാണ് ഗൗട്ട് എന്ന് പറയും. ടോഫി, അതായത് ജോയിൻസിലൊക്കെ ചെറിയ ചെറിയ മുഴകളുണ്ടാകും. അപ്പോൾ ഈ യൂറിക് ആസിഡിൻ്റെ നോർമൽ വാല്യൂ നമ്മൾ ബ്ലഡിൽ അനലൈസ് ചെയ്യുമ്പോൾ ഒരു 3.5 to 7.2 വരെയൊക്കെ നോർമലാണ്. 7 കഴിഞ്ഞാൽ നിങ്ങൾ യൂറിക് ആസിഡ് കൂടി എന്ന് വിചാരിച്ചോണം. അപ്പം ഇത് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രണ്ട് കണ്ടീഷൻ, ഒന്ന് കിഡ്നി സ്റ്റോൺ ഉണ്ടാകും, പിന്നെ ഒന്ന് ഗൗട്ട് ഉണ്ടാവുക, ആർത്രൈറ്റിസ് ഉണ്ടാകും. അപ്പോൾ ഇത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത് കൂടുന്നത്? നമ്മൾ ആഹാരത്തിൽ കൂടുതൽ ഷുഗർ ഉപയോഗിക്കുന്നവരിൽ, ഒരുപാട് ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ റെഡ് മീറ്റ്, പ്രത്യേകിച്ച് ബീഫ് അതല്ലെങ്കിൽ മട്ടൻ, ബീഫാണ് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ക്യാബേജ്, വെജിറ്റബിൾസിനകത്ത് ക്യാബേജ്, കോളിഫ്ലവർ, ഇതൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നവരിൽ സാധാരണ രീതിയിൽ ഈ പ്യൂരിൻ്റെ അളവ് കൂടുകയും അങ്ങനെ ഇത് ഈ യൂറിക് ആസിഡ് കൂടി ഈ പറയുന്ന കണ്ടീഷൻസിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഡയറ്റ് മോഡിഫിക്കേഷൻ, കൂടുതൽ വെള്ളം കൂടുതൽ കുടിക്കുക, അതല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക, വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതൽ കഴിക്കുന്നത് ചിന്തിക്കുക, ഈ പറഞ്ഞ റെഡ് മീറ്റ് ഒഴിവാക്കുക, പൾസസ് പ്രത്യേകിച്ചും ചെറുപയർ, വൻപയർ, കടല, ചെറുപയർ വളരെ കൂടുതലായിട്ട് ഈ പ്യൂരിൻ കൂട്ടുകയും അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂട്ടുകയും ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ഈ ചെറുപയർ ഒഴിവാക്കുകയും ബീഫ് ഒഴിവാക്കുകയും ചെയ്താൽ തന്നെയും ഒരു 50% ആൾക്കാർക്ക് നമുക്കിത് കുറയ്ക്കാൻ, ഈ യൂറിക് ആസിഡ് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ ആ ഡയറ്റ് മോഡിഫിക്കേഷൻ എടുക്കുകയും വളരെ വണ്ണമുള്ള, ഒത്തിരി ഒബീസായിട്ടുള്ളവരാണെങ്കിൽ വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം, അത് ഒന്നെങ്കിൽ ഡയറ്റ് വഴി, അതല്ലാന്നുണ്ടെങ്കിൽ എക്സസൈസ് വഴി, സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ വാക്കിങ്ങോ അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള യോഗയൊക്കെ ചെയ്തിട്ട് വണ്ണം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അങ്ങനെ കുറച്ചെങ്കിൽ മാത്രമേ ഈ പറയുന്ന യൂറിക് ആസിഡ് ക്രിസ്റ്റൽസോ അല്ലെങ്കിൽ ഗൗട്ടോ നിങ്ങൾക്ക് ഒഴിവായി പോകത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ കൂടെ വേദന ഉണ്ടാക്കുന്ന ഒരവസരം പലപ്പോഴും നിങ്ങൾ തന്നെ വിളിച്ച് വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹോമിയോപ്പതിയിൽ ഇഫക്റ്റീവായിട്ട് നമ്മൾ ലഡംപാൽ, അതുപോലെ തന്നെ റൂട്ട, അതല്ലെങ്കിൽ ഏർട്ടിക്ക യൂറൻസ്, ബെൻസോയിക് ആസിഡ്, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ വളരെ ഫലവത്തായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത് റെഗുലറായിട്ട് വേരിയസ് പൊട്ടൻസീസിൽ ഡ്രെയിനേജ് ഡ്രഗ് പോലെ ടിഞ്ചേഴ്സ് ഉപയോഗിക്കുകയും ഒപ്പം പൊട്ടൻസീസ് എടുക്കുകയും മെഡോറിനം, അങ്ങനെയുള്ള കൽക്കേരിയ കാർബ്, കൽക്കേരിയ ഫോസ്, ഇങ്ങനത്തുള്ള മറ്റ് പൊട്ടൻസീസുകൾ കഴിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേദന വളരെ പെട്ടെന്ന് കുറയുകയും ഈ യൂറിക് ആസിഡിൻ്റെ അളവ് 7 അല്ലെങ്കിൽ 7 കൂടിയിരിക്കുന്നത് 7 താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം തീർച്ചയായിട്ടും യൂറിക് ആസിഡ് കൂടിയിരിക്കുന്നവർ ഹോമിയോപ്പതി മെഡിസിൻസ് കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക.